Hello everyone, welcome to my channel. Today I am going to teach you continuous functions part 4. Continuous functions. Okay. ഇനി നമ്മൾ മൂന്നാമത്തെ കണ്ടത് ഡിസ്കണ്ടിന്യൂസ് ആകാനുള്ള കേസസ് ആണ്. കണ്ടിന്യൂസ് ആകാനുള്ള കേസസിൽ മൂന്നാമത്തെ ഭാഗമാണ് നമ്മൾ പറയുന്നത്. അതെന്താണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എ ഈസ് നോട്ട് ഡിഫൈൻഡ്. ബാക്കി രണ്ടെണ്ണം നമ്മൾ മറ്റതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഹിയർ എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? ക്യാപിറ്റൽ എൽ എടുത്തു. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെടുക്കാം? എൽ എന്നെടുത്തു. പക്ഷെ എന്താണ് ഇത് രണ്ടും ഈക്വലുമാണ്, എക്സിസ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്, ഈസ് നോട്ട് ഡിഫൈൻഡ്. അപ്പം എന്താണ് രണ്ട് എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും ഈക്വൽ ആകുകയും എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രം പോരാ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാൻ, അല്ലേ? ഇതും കൂടെ വേണം. എഫ് ഓഫ് എക്സും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സിന് ഈക്വലും ആയിരിക്കണം. അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ എന്താണ് നമുക്കത് ഇതാക്കാൻ പറ്റില്ല, അത് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ എഫ് ഓഫ് എക്സ് ഈസ് എന്താണ്? ഈസ് ഡിസ്കണ്ടിന്യൂസ്. is continuous at x is equal to a. അതായത് ഇവിടെ എൽ എച്ച് എല്ലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആർ എച്ച് എല്ലും എൽ എച്ച് എല്ലും ഈക്വലാണ്, അത് എക്സിസ്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് നോട്ട് ഡിഫൈൻഡ് ആണ്. കാരണം അത് കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മളൊരു എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണ് എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ആണ്. നമ്മളത് ഡിസ്കസ് ചെയ്യുക. ഡിസ്കസ് ദി കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്തെടുത്തു? നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. ഹിയർ എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 എന്നറിയാലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 കൊടുത്തു. 1 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് കൊടുത്തു? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 എന്നാണ്. അതിന് നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ മൈനസ് 1 നമുക്ക് എന്ത് എഴുതാം? എ സ്ക്വയർ മൈനസ് ബി എന്നുള്ള ഫോം അല്ലേ. അപ്പോൾ എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് മൈനസ് 1 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് പ്ലസ് 1 എന്ന് കിട്ടും, അല്ലേ? അതെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഈക്വൽ ടു 2 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടി. നമ്മളിനി ലിമിറ്റ് കൊടുത്ത് നോക്കുമ്പോൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എഫ് ഓഫ് എ അല്ലേ നമ്മളടുത്ത് കാണാം. അപ്പോൾ അതായത് അറ്റ് എക്സ് ഈക്വൽ ടു എ ആകുമ്പോൾ എഫ് ഓഫ് എ കാണാം. അപ്പോൾ ഇവിടെ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആകുമ്പോൾ നമ്മൾ എഫ് ഓഫ് 1 കൊടുക്കുകയാണ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എഫ് ഓഫ് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 ആണ്. അപ്പം നമ്മൾ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1. അപ്പോൾ എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1 മൈനസ് 1 ഡിവൈഡ് ബൈ 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0/0. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിറ്റർമിനൻറ്റ് ഫോമാണ്, അല്ലേ? ഇൻഡിറ്റർമിനൻറ്റ് ഫോമാണ്. അപ്പോൾ നമുക്ക് പറയാം എന്താണ്? എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? ഈസ് നോട്ട് ഡിഫൈൻഡ്. അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഈസ് നോട്ട് ഡിഫൈൻഡ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0/0 ആണ്. നമുക്ക് ലിമിറ്റ് കിട്ടി. ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ ഹെൻസ് എന്താണ്? ഹെൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഡിസ്കണ്ടിന്യൂസ് എന്ന് കിട്ടി. ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. സോ നമുക്ക് എഫ് ഓഫ് എ ഈസ് നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ ഇത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്തു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.